സാമ്പത്തിക പ്രതിസന്ധി വന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് സൗജന്യമായി കൊടുക്കുക, പാവങ്ങൾക്ക് കറണ്ട് സൗജന്യം, വെള്ളം സൗജന്യം, ഇതൊക്കെ സൗജന്യമായി കൊടുക്കുമ്പോൾ ഉയർന്ന ശമ്പളമുള്ള അല്ലെങ്കിൽ ഇടത്തരക്കാർ അടക്കമുള്ളവർക്ക് വലിയ ടാക്സ് വരുന്നു, അവർക്ക് കൂടിയ വൈദ്യുതി നികുതി വരുന്നു, അവർക്ക് കൂടിയ വെള്ളക്കരം വരുന്നു. ഇത്തരത്തിൽ സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ അതിന് മുകൾ തട്ടിലുള്ള അല്ലെങ്കിൽ ഒരേ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകളിൽ ഒരു വിഭാഗത്തിന് മാത്രം നികുതി വർദ്ധിക്കുന്നു. പാവങ്ങൾക്ക് സൗജന്യം കൊടുക്കുമ്പോഴും ഒരു വിഭാഗത്തിന് അമിതമായി നികുതി വരുന്നു. ഇതും വലിയ തിരിച്ചടിയായി മാറി. ഇപ്പോൾ BJP ഇപ്പോൾ പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങൾ പിന്റു മഹാദേവ് പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള വീടുകളിലേക്ക് സ്ത്രീകൾക്ക് കൃത്യമായി മാസവരുമാനം എത്തിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടൽ യോജന പോലുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഇത്തരത്തിൽ ആം ആദ്മിക്ക് പറ്റിയതുപോലുള്ള സാമ്പത്തിക അല്ലെങ്കിൽ ആ സാമ്പത്തിക സംവിധാനത്തിലെ തകിടം മറിച്ചിൽ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ലേ പിന്റു മഹാദേവ്? അല്ല, അതിന് കൃത്യമായി ശാസ്ത്രീയമായിട്ടുള്ള ഒരു സാമ്പത്തിക മാനേജ്മെന്റ് ആണ് BJP ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ വെള്ളവും വൈദ്യുതിയും സൗജന്യമായി കൊടുക്കുന്നത് കൊണ്ട് ഒരു ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് അപ്രാപ്യമാണ്. അവർക്ക് വ്യാവസായിക മേഖല, ഡൽഹി പോലെയുള്ള വ്യാവസായിക മേഖലയിൽ നമ്പർ 1 ആവേണ്ട സ്ഥലം, അവിടെയാണ് കേന്ദ്ര സർക്കാർ 65,000 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികൾ ഡൽഹിക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. അപ്പൊ BJPയുടെ പ്ലാൻ, മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു നഗരമാക്കി മാറ്റുക, വ്യാവസായിക മേഖലയിലുള്ള വലിയ വിപ്ലവം സൃഷ്ടിക്കുക. അവിടേക്ക് ഉണ്ടാകാൻ പോകുന്ന 4ാം ലോക വിപ്ലവം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ നഗരം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ആ ഡൽഹിയിലേക്ക് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കണം. ഈ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നമായതാണ് കേജ്രിവാളിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ സൗജന്യങ്ങൾ നമ്മൾ കൊടുക്കണോ തന്നെ അതിന് ഇൻകം ജനറേഷൻ കാണണം, ഇൻകം ജനറേഷൻ വരണം. അപ്പൊ ഇൻകം ജനറേഷൻ പദ്ധതികൾ കേജ്രിവാൾ ഒരിക്കലും ചെയ്തില്ല. അദ്ദേഹം ആകെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പദ്ധതി നടത്തിയത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ്. അത് വലിയൊരു അഴിമതിയായി മാറി. അപ്പൊ കേരളം കേവലം സൗജന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സ്റ്റേറ്റിന്റെ സുരക്ഷിതമായ വികസന കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരിന്റെ ഒരു ബാധ്യതയാണ്. അപ്പൊ അതും നടപ്പിലാക്കും. അല്ലാതെ ഇപ്പൊ കേജ്രിവാൾ ഒരു തുടങ്ങി വെച്ചിട്ടുള്ള ചില പദ്ധതികളുണ്ട്, അതൊരു സുപ്രഭാതത്തിൽ നിർത്തലാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് തൊഴിൽ നൽകുക, അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകൾ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ ഒരു കേന്ദ്രമാക്കിയിട്ട് ഡൽഹിയെ മാറ്റുക. ഇങ്ങനെയുള്ള അത്യാധുനികമായിട്ടുള്ള ഒരു ലോകത്തിലെ മോഡേൺ സിറ്റി ആയിക്കൊണ്ട് ഡൽഹിയെ മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഇൻകം ജനറേഷനുള്ള ഒരുപാട് സാധ്യതകൾ ഡൽഹിയിലുണ്ട്. അതുകൊണ്ട് അത് ശാസ്ത്രീയമായ വശങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേവലം ഒരു പ്രഖ്യാപനമല്ല, ജനങ്ങൾക്കിടയിൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ട് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തി കൃത്യമായ ഒരു ധനകാര്യ മാനേജ്മെന്റ് ആണ് BJP മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ ധനകാര്യ മാനേജ്മെന്റിൽ ഈ കേജ്രിവാൾ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഡൽഹിക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതോടുകൂടി ഡൽഹിയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് BJP മുന്നോട്ട് വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് BJPയുടെ വിജയം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി, അഴിമതിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തി. ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഡൽഹിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നോക്കൂ. യമുനാ നദിയിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയായിട്ട് യമുനാ നദി മാറിയിട്ടുണ്ട്. ആ വെള്ളമാണ് സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അതിലും ഭേദം ഇപ്പൊ ഈ സൗജന്യ വെള്ളം ജനങ്ങള് ഉപയോഗിക്കുന്നില്ല. ഡൽഹിയിൽ സൗജന്യ ജലത്തിന് പകരം പ്യൂരിഫൈഡ് വാട്ടർ ബോട്ടിലാണ് മേടിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഇവിടെ യമുനാ നദിയെ കൃത്യമായിട്ട് മാലിന്യമുക്തമാക്കുന്ന പരിപാടിയുമായിട്ട് BJP മുന്നോട്ട് പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഡൽഹിയുടെ ഒരു വികസന അജണ്ടയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ചു. കാരണം നമുക്കറിയാലോ, ഈ ആം ആദ്മി പാർട്ടിയുടെ ഉദ്ഭവം തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അഴിമതിക്കെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ച് പോരാട്ടം നടത്തി ചൂലെടുത്ത ആ ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാൾ അടക്കം പിന്നീട് അഴിമതി കേസിൽ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജനങ്ങൾ കൃത്യമായിട്ട് അഴിമതിക്കാരെ തെരഞ്ഞു പിടിച്ചു തോൽപ്പിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന ഇലക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങൾ പ്രബുദ്ധരാണ് എന്ന് തെളിയിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മളുടെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ജയിലിൽ പോയിട്ടുള്ള സത്യേന്ദ്ര ജയിൽ, അദ്ദേഹം പരാജയപ്പെട്ടു. രണ്ടാമത് ജയിലിൽ പോയിട്ടുള്ള സിസോദിയ, അദ്ദേഹം പരാജയപ്പെട്ടു. ഈ കേജ്രിവാൾ പരാജയപ്പെട്ടു. സൗരവ് ഭരത് ജോർജ് പരാജയപ്പെട്ടു. സോമനാഥ് ഭാരതി പരാജയപ്പെട്ടു. അപ്പൊ അതീഷി പോലും വളരെ കുറഞ്ഞ വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ ഡൽഹിയിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് കൂടിയാണ് തെളിയിക്കുന്നത്. അഴിമതിക്കാരായ ആളുകളെ അധികാരത്തിലേറ്റാനും അഴിമതി കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിച്ച് പുറത്താക്കാനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഡൽഹിയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് BJPയുടെ 27 വർഷത്തെ കാത്തിരിപ്പിന് ഫലം കാണുകയാണ്. സ്വാഭാവികമായിട്ട് ചില ക്ലീനിങ്ങുകൾ നടക്കേണ്ടതുണ്ട്. ആ ക്ലീനിങ് ആണ് ഡൽഹിയിൽ നടന്നിട്ടുള്ളത്. ഇപ്പൊ കേജ്രിവാൾ മലീമസപ്പെട്ടിട്ടുള്ള ഡൽഹിയിലെ യമുനാ നദിയിൽ അത്ഭുത താമരകൾ വിരിഞ്ഞത്
BJPയുടെ ആത്മവിശ്വാസത്തെ, BJP ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ, ഈ ഭാരതത്തിൽ നരേന്ദ്രമോദിക്ക് ജനങ്ങളുടെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വിജയം ഇരട്ടി മധുരമായിട്ടാണ് BJP കാണുന്നത്. പ്രിൻറ്റു മഹാദേവ്, അതേപോലെ തന്നെ മലയാളികൾക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ BJPക്ക് ഇത്തവണ വിജയം നേടി എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവിടെ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സന്ദർശനം എന്തെങ്കിലും നടത്തിയിരുന്നോ? മലയാളികളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അപ്പോൾ മലയാളികൾക്കും ആം ആദ്മിയെക്കായാലും അവർക്ക് കൂടുതൽ സ്വീകാര്യമായി മാറി BJP ഇത്തവണ ഡൽഹിയിൽ എന്നുള്ളതല്ലേ ഇത് വ്യക്തമാക്കുന്നത്? ഡൽഹി മലയാളികൾ നമുക്കറിയാം, സുഷമ സ്വരാജിന്റെ കാലഘട്ടം മുതൽ തന്നെ BJPയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഡൽഹി ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് പോലും ഒരു 100 വോട്ട് പോലും ഇവിടെ മലയാളികളുടെ ഈ കേരളത്തിലുള്ള പ്രസ്ഥാനമായ CPM-നോ ഈ പ്രകാശ് കാരാട്ടിനോ സീതാറാം യെച്ചൂരി അങ്ങനല്ല പ്രകാശ് കാരാട്ടിനോ രാമചന്ദ്രൻ പിള്ള അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അവിടെ കിട്ടാത്തത്. അപ്പൊ ഡൽഹി മലയാളികൾ BJP നെഞ്ചിലേറ്റിയിട്ടുണ്ട്. ബീഹാർ മലയാളികളായിക്കോട്ടെ ബീഹാറികളായിക്കോട്ടെ, മലയാളികൾക്കിടയിൽ കേരളത്തിലെ BJP നേതാക്കൾ നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനമുണ്ട്. നമുക്കറിയാലോ, കേരളത്തിലെ മലയാളികൾ വളരെ പ്രബുദ്ധരാണ്. സ്വാഭാവികമായിട്ട് കേരളത്തിലെ BJPയുടെ സംസ്ഥാന നേതൃത്വം അടക്കം മലയാളികൾക്കിടയിൽ പ്രവർത്തനം നടത്തി. ആ പ്രവർത്തനത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് BJP അവിടെ മാറിയിട്ടുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥികൾ അവിടെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെ BJPക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡൽഹി അങ്ങനെയാണല്ലോ, 17ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറ്റപ്പെട്ട ആളുകളുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് ഡൽഹിയിൽ BJP വിജയിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, മറാഠയിൽ നിന്നുള്ള 4 ലക്ഷം ആളുകളുണ്ട്. ഇപ്പൊ മറാത്തയിലെ BJPയുടെ വിജയം ഈ ഡൽഹി ഇലക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ ഇലക്ഷൻ 3 ലക്ഷത്തോളം ഹരിയാന ജാട്ട് സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. ആ വിജയം BJPയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പം അടിസ്ഥാന ജനവിഭാഗം BJPക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ആം ആദ്മി പാർട്ടി വന്ന സമയത്ത് അടിസ്ഥാന ജനവിഭാഗത്തിന് BJPക്ക് അനുകൂലമായി തീരുന്ന അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വോട്ട് ആം ആദ്മി പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ആ അടിസ്ഥാന ജനവിഭാഗം ഇക്കുറി BJPക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ 12ഓളം സംവരണ മണ്ഡലങ്ങളുണ്ട്. ആ സംവരണ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും ജയിച്ചിട്ടുള്ളത് BJPയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ 12ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുണ്ട്. ആ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്തും ജയിച്ചിട്ടുള്ളത് BJPയാണ്. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗമായിക്കോട്ടെ, മധ്യവർഗമായിക്കോട്ടെ, പിന്നോക്ക വിഭാഗമായിക്കോട്ടെ, എല്ലാവരും BJPയെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യയുടെ ഇന്ത്യയുടെ വിജയമാണ് ഡൽഹിയുടെ വിജയം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഇന്ത്യ സഖ്യത്തെ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഈ രാജ്യത്തിന് അപകടമാണ്, രാജ്യത്തിന് വിനാശം വിതയ്ക്കുന്നവരാണ്. അതിൽ ഏറ്റവും പ്രമുഖനായിക്കൊണ്ടുള്ള രാഷ്ട്രീയ നയവഞ്ചകൻ അരവിന്ദ് കെജ്രിവാളാണെന്ന് ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് തോറ്റു നിൽക്കുന്ന കെജ്രിവാളിനെയാണ് നമ്മൾ കാണുന്നത്. വളരെ സിമ്പിളായി വന്ന് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അദ്ദേഹത്തിന് പിന്നീട് പറ്റിയിട്ടുള്ള നയപരമായ വ്യതിയാനമാണ് ഇന്ന് ആ പാർട്ടിക്കും ആ പ്രസ്ഥാനത്തിനും കെജ്രിവാളിനും ഈ കാണുന്ന ഇന്നത്തെ അവസ്ഥയിൽ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പ്രിൻറ്റു മഹാദേവ്, അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ഒരു വർഷം അരവിന്ദ് കെജ്രിവാൾ, അതായത് ജനങ്ങൾക്ക് മുമ്പിൽ വലിയ മാതൃകാ പുരുഷനായി അഴിമതിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടത്തിയ വലിയ ഒരു ഫൈറ്ററായി കണ്ടിരുന്ന ആൾ, അദ്ദേഹം എന്താണോ പറഞ്ഞത്, അഴിമതിയെപ്പറ്റി എന്താണോ പറഞ്ഞത്, ആ ആൾ തന്നെ അഴിമതി കേസിൽ ജയിലിനുള്ളിലാകുന്നു. ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോയതുകൊണ്ട് കൃത്യമായി ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് നയിക്കാനുള്ള നേതൃത്വമില്ലാതെ പോകുന്നു. അവരുടെ ഏറ്റവും വലിയ മുഖമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അഴിമതിയുടെ ആ വലിയ ഇരുമ്പറയ്ക്കുള്ളിലേക്ക് പോകുന്നു. ഇതൊക്കെ തന്നെ അവരുടെ തിരിച്ചടിക്ക് ശക്തി കൂട്ടിയെന്ന് വേണ്ടേ കണക്കാക്കാൻ? തീർച്ചയായും കെജ്രിവാൾ സ്വാഭാവികമായിട്ടൊരു സാധാരണ മഫ്ലർധാരിയായിട്ട് വന്ന കപടമുഖം ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയം മുതൽ തന്നെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട MP-മാർ MLA-മാർ അടക്കം അദ്ദേഹത്തിന്റെ കപടമുഖം തിരിച്ചറിഞ്ഞു. നിങ്ങൾ നോക്കുക, അദ്ദേഹം ജയിലിൽ പോയ സമയത്തൊന്നും തന്നെ അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനം ആർക്കും കൈമാറാൻ തയ്യാറായില്ല. അദ്ദേഹം തന്ത്രപൂർവ്വം ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനാണ്. പക്ഷെ അന്ന് ആം ആദ്മി പാർട്ടിയിലൊക്കെ ഒരു എതിർപ്പുണ്ടായപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന അതീഷിയെ മുഖ്യമന്ത്രിയാക്കുന്നത്. അതീഷി എന്ന് പറയുന്ന ഒരു റബ്ബർ സ്റ്റാമ്പിന് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ചരട് വലിക്കാൻ പണ്ട് മൻമോഹൻ സിംഗിനെ നിർത്തി സോണിയ ചെയ്തതുപോലെ ഒരു തന്ത്രം പയറ്റിയത്. അപ്പൊ കുതന്ത്രശാലിയായിട്ടുള്ള ഈ കെജ്രിവാള്, ആ കെജ്രിവാളിന്റെ മുഖത്തെ ജനങ്ങൾ പിച്ചു ചീന്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആദർശം പണയം വെച്ചത് ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തു, അദ്ദേഹം UPA സർക്കാരിന്റെ ഈ കറപ്ഷനെതിരെയായിരുന്നു അദ്ദേഹം പ്രക്ഷോഭം നയിച്ചത്. അന്ന് രാംലീല മൈതാനത്ത് അണ്ണാ ഹസാരയ്ക്കൊപ്പം സത്യേന്ദ്ര ജയിനും ഇദ്ദേഹം യോഗേന്ദ്ര യാദവും ഈ ബാബ രാംദേവും ഒക്കെ അടക്കം വന്ന് UPA സർക്കാരിന്റെ കൊടി അഴിമതി, സ്പെക്ട്രം അഴിമതി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്കെതിരെയുള്ള പ്രക്ഷോഭം നയിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ആ പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആയിരുന്നു. പിന്നീട് അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ വേണ്ടി ഈ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടിയ മുതൽ ഈ കെജ്രിവാൾ എന്ന് പറയുന്ന കള്ള നാണയത്തെ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി.
രണ്ടാമത് അദ്ദേഹത്തിന് പറ്റിയ വലിയൊരു വെട്ടിത്തരങ്ങളുണ്ട്. അദ്ദേഹം എന്താണ് വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന് തോന്നി, ഞാൻ ഡൽഹി മുഖ്യമന്ത്രിയായി ജനങ്ങൾ എതിരേറ്റപ്പോ ഞാൻ നരേന്ദ്രമോദിയേക്കാൾ വലിയ ആളാണ്. അദ്ദേഹം വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ പോയി തോറ്റു തുന്നമ്പാടി വന്നു. അപ്പോഴെങ്കിലും നമ്മൾ ഇദ്ദേഹം തിരിച്ചടി. പിന്നീട് അദ്ദേഹം കണ്ടത് ആന്റി നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്നതാണ്. ഡൽഹിയിലെ ജനങ്ങൾ എല്ലാ സമയത്തും നാഷണലിസ്റ്റുകളാണ്. നിങ്ങൾ നോക്കൂ, CAA സമരം നടന്ന സമയത്ത് അദ്ദേഹം ആരുടെ പക്ഷത്തായിരുന്നു നിന്നിരുന്നത്? ഡൽഹി കലാപം നടന്ന സമയത്ത് കേജ്രിവാൾ നീക്കിയ ഓരോ കരുക്കളും പരാജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതിന്റെ അവസാനത്തെ ആണിയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് മുകളിൽ അടിക്കപ്പെട്ടത്. 1/4 നൂറ്റാണ്ടിന് ശേഷം അങ്ങനെ ഡൽഹിയുടെ ഭരണം BJP തിരിച്ചുപിടിക്കുകയാണ്. 3/2 ഭൂരിപക്ഷത്തോടെ BJP ഡൽഹിയിൽ അധികാരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയുന്നത്. ആകെയുള്ള 70 സീറ്റിൽ 48 സീറ്റിൽ മിന്നും വിജയത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റുകൾ മാത്രം. കോൺഗ്രസിന് 1 സീറ്റും നേടാൻ ആയില്ല. ഈ അവസരത്തിൽ ഈ വിജയത്തെപ്പറ്റി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുകയായിരുന്നു BJP പ്രതിനിധി പ്രിൻറ്റു മഹാദേവ്.